നിർണായക കരാറിനരികെയാണ് അമേരിക്കയും ഇറാനും. യുദ്ധം ആരംഭിച്ച ഫെബ്രുവരി 28 മുതൽ ഇങ്ങോട്ട് പലതരത്തിലുള്ള സമാധാന ചർച്ചകൾ പല ഘട്ടത്തിൽ നടന്നിട്ടുണ്ട്. അപ്പോഴൊന്നുമില്ലാത്ത ഒരു പ്രതീക്ഷ ഇത്തവണയുണ്ട്. അമേരിക്കയും ഇറാനും ഒരുപോലെ സമാധാന കരാറിലേക്ക് എത്തുന്നതിന്റെ ശുഭസൂചനകൾ നൽകുന്നുണ്ട്. ഇതാദ്യമായാണ് ഞങ്ങൾ ഇത്രത്തോളം അടുത്തെത്തിയിരിക്കുന്നതെന്നാണ് മധ്യസ്ഥ രാജ്യമായ പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് എക്സിൽ കുറിച്ചത്. അതുമാത്രമല്ല, യുദ്ധത്തിൽ ആദ്യം കൊല്ലപ്പെട്ട ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാംനായുടെ കബറടക്കം തീരുമാനിച്ചിരിക്കുകയാണ്. എല്ലാ ഇറാൻ ജനതയ്ക്കും വിലാപയാത്രയിലും കബറടക്ക ചടങ്ങിലും പങ്കെടുക്കണമെങ്കിൽ യുദ്ധം ഇല്ലാതാവണം. തീയതി പ്രഖ്യാപിച്ചത് നൽകുന്ന സൂചനയും ഇറാനും അമേരിക്കയും തമ്മിലുള്ള സമാധാന കരാറിനരികെ എന്നുള്ളതാണ്. സമാധാന കരാറിൽ ഏർപ്പെടുന്നതോടുകൂടി ഇറാന്റെ ആണവായുധ മോഹങ്ങൾക്ക് അന്ത്യമാകുമെന്നാണ് അമേരിക്ക കരുതുന്നത്. ധാരണാപത്രത്തിൽ ഒപ്പിട്ടാൽ അമേരിക്കൻ വിലക്കുകൾ മൂലം ഏർപ്പെടുത്തിയ ഇറാനിയൻ തുറമുഖങ്ങളിലെ ഉപരോധം നീക്കിയേക്കും. ലോകത്തിലെ പ്രധാന എണ്ണ വ്യാപാര പാതയായ ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറക്കുന്നതും കരാറിലെ പ്രധാന വ്യവസ്ഥകളായിരിക്കും. പക്ഷെ അപ്പോഴും ചില തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട്. എന്തൊക്കെയാണ് തർക്കങ്ങൾ? ചർച്ചകളിൽ 14 നിർദ്ദേശങ്ങളാണ് ഇറാൻ പ്രധാനമായും മുന്നോട്ട് വെച്ചത്. ഹോർമൂസ് കടലിടുക്ക്, ലബനാൻ പ്രശ്നങ്ങൾ എന്നിവയെ ആണവ ബാലിസ്റ്റിക് മിസൈൽ ചർച്ചകളിൽ നിന്ന് വേർതിരിച്ച് കാണണമെന്നാണ് ഇറാന്റെ പ്രധാന ആവശ്യം. ലബനാനിൽ ഉൾപ്പെടെ എല്ലാ മേഖലകളിലും അടിയന്തരമായി വെടിനിർത്തൽ നടപ്പിലാക്കുക, അമേരിക്കയുടെ നാവിക ഉപരോധം പൂർണ്ണമായും പിൻവലിക്കുക, എണ്ണ വിൽപ്പനയ്ക്കുള്ള ഉപരോധങ്ങൾ നീക്കുക, മരവിപ്പിച്ച ഇറാന്റെ സ്വത്തുക്കൾ വിട്ടുകൊടുക്കുക തുടങ്ങിയ ആവശ്യങ്ങളും ഇറാൻ ഉന്നയിച്ചിട്ടുണ്ട്. ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ഒരു അന്തിമ സമാധാന കരാറിലേക്ക് എത്തുമ്പോൾ ഈ കടമ്പകളൊക്കെയും കടക്കാനുണ്ട്. അതിലേറെ മറ്റു കടമ്പകളുമുണ്ട്. തങ്ങളുടെ ആണവ പദ്ധതി ഊർജ്ജ ആവശ്യങ്ങൾക്ക് മാത്രമാണ് ഉള്ളതെന്ന ഇറാന്റെ വാദം അമേരിക്ക ഒരു തരത്തിലും വകവെച്ചു കൊടുക്കാൻ പോകുന്നില്ല. അതുമാത്രമല്ല, ഈ ഉപരോധങ്ങളൊക്കെ നീക്കി വിദേശത്ത് മരവിപ്പിച്ച കോടിക്കണക്കിന് ഡോളറിന്റെ ഫണ്ടുകൾ വിട്ടുകിട്ടണമെന്ന ഇറാന്റെ ആവശ്യവും യാതൊരു വിട്ടുവീഴ്ചയുമില്ലാതെ അമേരിക്ക അംഗീകരിക്കാനും തയ്യാറാകില്ല. ഗൾഫ് എണ്ണ ഉൽപ്പാദകരുടെ പ്രധാന പാതയായ ഹോർമൂസ് കടലിടുക്കിലെ നിയന്ത്രണം അമേരിക്കയുമായുള്ള വിലപേശലിനായുള്ള ഏറ്റവും വലിയ ആയുധമായാണ് ഇറാൻ കാണുന്നത്. അതിനാൽ തന്നെ അത് ഉപേക്ഷിക്കാനും ഇറാൻ സാധ്യതയില്ല. മാത്രമല്ല, ലബനാനിലെ ഇസ്രായേൽ ആക്രമണങ്ങൾ അവസാനിപ്പിക്കാതെ ഒരു സമാധാന കരാറിലേക്ക് പൂർണ്ണമായി പോകില്ലെന്ന് ഇറാൻ നേരത്തെ തന്നെ വ്യക്തമാക്കിയതും ഈ കരാറിന് മുന്നിലെ മറ്റൊരു വെല്ലുവിളിയാണ്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും കരാർ നിലവിൽ വരുമെന്ന് തന്നെയാണ് സൂചനകൾ പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ഈ സൂചനകൾ പുറത്തേക്ക് വരുമ്പോൾ കരാറിന്റെ സാധ്യതകളൊക്കെ ഏത് തരത്തിലാണെന്ന് പരിശോധിക്കാം. നിലവിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവയ്ക്കാൻ പോകുന്ന കരാർ ഒരു അന്തിമ സമാധാന കരാറാകാനുള്ള സാധ്യത വളരെ വിരളമാണ്. താൽക്കാലികമായ ഒരു പ്രാഥമിക ധാരണാപത്രത്തിൽ ഒപ്പുവെക്കുകയും വെടിനിർത്തൽ നിലനിർത്തിക്കൊണ്ട് വിശദമായ ചർച്ചകൾക്കായി കൂടുതൽ സമയം കണ്ടെത്തുകയുമായിരിക്കും ചെയ്യുക. ലബനാൻ പ്രശ്നവും ഹോർമൂസ് കടലിടുക്കിലെ നിയന്ത്രണങ്ങളും പൂർണ്ണമായി പരിഹരിക്കാതെയും സുരക്ഷാ ഉറപ്പുകൾ നൽകാതെയുമുള്ള ഒരു ശാശ്വതമായ ഒരു സമാധാന കരാർ യാഥാർത്ഥ്യമാക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഏതായാലും കൂടുതൽ വിശദാംശങ്ങളുമായി MC നാസർ കൂടി ന്യൂസ് ഡീകോഡിനൊപ്പം ചേരുന്നുണ്ട്. നാസർ, ശുഭസൂചനകളാണ് നിലവിൽ നൽകുന്നത് മൊത്തം. അന്തർദേശീയ ഏജൻസികളുടെ റിപ്പോർട്ടുകളായാലും ആയത്തുള്ള അലി ഖാംനായുടെ കബറടക്കം തീരുമാനിച്ചതായാലും ഒരു സമാധാന കരാറിലേക്ക് അമേരിക്കയും ഇറാനും എത്തുന്നു എന്നുള്ളതിൻ്റെ ശുഭപ്രതീക്ഷകളാണ്. നമ്മളും ആ പ്രതീക്ഷയിലാണ് നിൽക്കുന്നത്. വിനിഷ, തീർച്ചയായിട്ടും ഇതുവരെ ഇല്ലാത്ത വിധത്തിൽ 106 ദിവസം പിന്നിടുന്ന ഒരു ഘട്ടത്തിൽ ഏറെക്കുറെ ഒരു സമാധാനത്തിന്റെ മാർഗത്തിൽ തന്നെയാണ് ഇപ്പോൾ രണ്ട് രാജ്യങ്ങളും. അതിന്റെ ഒരു അന്തിമ യാത്ര എന്ന് തന്നെ പറയാൻ സാധിക്കും. കാരണം ഇനി ഈ ഇടക്കാല ധാരണാപത്രവുമായി ബന്ധപ്പെട്ട അടുത്ത ഒരു 24 മണിക്കൂറിനകം ഇരു രാജ്യങ്ങൾക്കും ഒരു തീർപ്പിലെത്താൻ സാധിക്കും. അതോടുകൂടി മിക്കവാറും നാളെ തന്നെ ഒരു കരാറിൽ ഒപ്പുവെക്കും. അത് ഇലക്ട്രോണിക് സംവിധാനത്തിലൂടെ ആയിരിക്കും ആദ്യം ഘട്ടത്തിൽ കരാർ ഒപ്പുവെക്കുകയെന്ന് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് വെളിപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ അതിനെ അല്പം വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബാഗായിയുടെ പ്രതികരണം വന്നിരിക്കുന്നത്. അദ്ദേഹം വ്യക്തമാക്കുന്നത് നാളെ എന്തായാലും ഇതിൽ ഒപ്പുവെക്കാൻ പോകുന്നില്ല. അതിനർത്ഥം തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ ഇവർ കരാറിലേക്ക് അല്ലെങ്കിൽ ആദ്യഘട്ട ധാരണാപത്രത്തിലേക്ക് നീങ്ങും എന്ന വളരെ കൃത്യമായിട്ടുള്ള ഒരു സൂചന തന്നെയാണ് ഇറാന്റെ ഭാഗത്തു നിന്ന് ലഭ്യമാവുന്നത്. അതോടൊപ്പം തന്നെ നേരത്തെ വിനീഷ സൂചിപ്പിച്ചതുപോലെ അടുത്ത മാസം ജൂലൈ 4-നാണ് ആയത്തുള്ള അലി ഖാംനയുടെ വിലാപയാത്രയ്ക്കുള്ള ഒരു തുടക്കം കുറിക്കാനുള്ള ഔദ്യോഗികമായിട്ടുള്ള പ്രതികരണം വന്നിരിക്കുന്നു. അതോടൊപ്പം തന്നെ ജൂലൈ 9-നായിരിക്കും അദ്ദേഹത്തിന് പൂർണ്ണമായിട്ടും ഒരു വിടചൊല്ലൽ ഉണ്ടാവുക, അദ്ദേഹത്തിന്റെ മൃതദേഹം സംസ്കരിക്കുക എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളും ഇറാൻ ഔദ്യോഗികമായി തന്നെ ഇറാൻ രാഷ്ട്രീയ സൈനിക നേതൃത്വം ഒരുപോലെ അറിയിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും കരാർ ആദ്യഘട്ടത്തിൽ വരും എന്ന കാര്യം ഈ ഒരു സമയം വരെ ഉറപ്പാണ്. പക്ഷേ 2 മാസം മാത്രമായിരിക്കും അതിന്റെ താൽക്കാലികമായിട്ടുള്ള ഒരു ആയുസ് എന്നത്. 2 മാസത്തിനുള്ളിൽ മാത്രമായിരിക്കും ആണവ
വിഷയം ഉൾപ്പെടെയുള്ള അതോടൊപ്പം തന്നെ ഇറാന് കൈമാറാനുള്ള പൂർണ്ണമായിട്ടുള്ള സ്വത്തുക്കളുടെ കൈമാറ്റത്തിൽ കൃത്യമായിട്ടുള്ള തീയതി നിർണ്ണയിക്കുന്നതൊക്കെയും ആ 2 മാസ പിന്നെ ഈ ഒരു വെടിനിർത്തൽ ദീർഘിപ്പിച്ച ആ ഒരു കാലയളവിലായിരിക്കും ഉണ്ടാവുക. പക്ഷേ ഏറ്റവും വലിയ പ്രതിസന്ധി നിലനിൽക്കുന്നത് വിഷയത്തിലും അതോടൊപ്പം തന്നെ ലെബനാൻ ഉൾപ്പെടെയുള്ള മേഖലകളിൽ യുദ്ധം അവസാനിപ്പിക്കുന്നതുമാണ്. കാരണം ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു ഇപ്പോൾ തന്നെ നൽകിയിരിക്കുന്ന ഒരു പ്രകോപനപരമായ പ്രതികരണം എന്നത് ഈ കരാറിൽ തങ്ങൾ ഭാഗമാക്കല്ല, അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് സ്വന്തം നിലയ്ക്കുള്ള ചില നീക്കങ്ങളും തീരുമാനങ്ങളും ഉണ്ടാകും. ഇറാൻ ആണവായുധം സ്വന്തമാക്കാതിരിക്കാൻ വേണ്ടി തങ്ങൾ സ്വന്തമായ നിലയ്ക്ക് തന്നെ ഒരുപക്ഷെ ആക്രമണ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകേണ്ടി വരുമെന്ന ഒരു വളരെ പ്രകോപനപരമായിട്ടുള്ള പ്രതികരണമാണ് ഇസ്രായേൽ രാഷ്ട്രീയ സൈനിക നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. അതൊരു പ്രതിസന്ധിയാണ്. അതോടൊപ്പം തന്നെ ആണവ വിഷയത്തിൽ ഇപ്പോൾ സമ്പുഷ്ടീകരിച്ച യുറേനിയം കൈമാറുക, അതോടൊപ്പം തന്നെ യുറേനിയം സമ്പുഷ്ടീകരണം പൂർണ്ണമായിട്ട് നിർത്തിവെക്കുക എന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ രാജ്യത്തിന്റെ പൊതു താല്പര്യങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. ആ വിഷയം ചർച്ച പോലും ഇപ്പോൾ ചെയ്യേണ്ടതില്ല എന്നൊരു തീർപ്പിലായിരുന്നു ഇതുവരെ MC നാസറാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. ഏതായാലും ഒരു സമാധാന കരാറിനരികെയാണ് US-ഉം ഇറാനും എത്തി നിൽക്കുന്നത്. ആ സമാധാന കരാറിലേക്ക് US-ഉം അമേരിക്കയും എത്തട്ടെ. അതിന് വിശദാംശങ്ങളുമായി അടുത്ത ദിവസം ന്യൂസ് ഡീകോഡിലൂടെ തന്നെ കാണാം.